ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ മറ്റത്തൂർ മാങ്കുറ്റിപ്പാടം ശാന്തിനഗർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നോക്കുകുത്തിയായി നിലകൊള്ളുന്നു. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കുടിവെള്ള പദ്ധതിയായി മാറ്റണമെന്ന് ആവശ്യം. മാങ്കുറ്റിപ്പാടം പ്രദേശത്ത് വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരമായാണ് 2.5 പതിറ്റാണ്ട് മുമ്പ് ശാന്തിനഗർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഉപയോഗശൂന്യമായി കിടന്നാർന്ന സാധനം 2015 അതിന് 10 ലക്ഷം രൂപ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വിഹിതവും കൂടി വെച്ച് അന്ന് ഇവിടെ വോൾട്ടേജ് വിഷയം വലിയൊരു വിഷയമായിരുന്നു. ട്രാൻസ്ഫോമർ വയ്ക്കുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികളും ചെയ്തു. 15 ഉദ്ഘാടനം അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ശാന്തിനഗർ പ്രദേശത്തെ കനാലിന് മേൽവശത്തുള്ള കൃഷിഭൂമിയിലേക്ക് ജലസേചന സൗകര്യവും ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ശുദ്ധജല ലഭ്യതയും ലക്ഷ്യമിട്ടാണ് ശാന്തിനഗർ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇതിനായി ഗുണഭോക്തൃ സമിതി രൂപവൽക്കരിക്കുകയും ശാന്തിനഗറിൽ പമ്പ് ഹൗസും കുളവും നിർമ്മിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുകയും ചെയ്തു. വൈകാതെ കുളവും പമ്പ് ഹൗസും നിർമ്മിക്കുകയും മോട്ടോർ വാങ്ങി സ്ഥാപിക്കുകയും ചെയ്തു. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പണികൾ പാതി വഴിയിൽ മുടങ്ങി. ഒരു വ്യാഴവട്ടക്കാലത്തോളം അവഗണനയിൽ കിടന്ന പദ്ധതിയുടെ വൈദ്യുതീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ്. 2015 ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ വൈദ്യുതീകരണം പൂർത്തിയാക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തെങ്കിലും അധികകാലം പ്രവർത്തിച്ചില്ല. വൈദ്യുതി ബിൽ കുടിശ്ശികയായതോടെ അധികൃതർ കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു. പ്രവർത്തിക്കാതെ കിടക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയെ കുടിവെള്ള പദ്ധതിയാക്കി മാറ്റിയാൽ പ്രദേശത്തെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും. വേനൽക്കാലത്ത് ഒരു കാരണവശാലും ടാങ്ക് ലോറിയിൽ വെള്ളം മറ്റത്തൂർ പഞ്ചായത്തിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ തൊട്ട് താഴെ കിടക്കുന്നത് വലിയ തോടാണ്. ഇത് 5 സെന്റ് സ്ഥലമാണ്. നമ്മുടെ പഞ്ചായത്ത് ആസ്തിയിലാണ് ഇത് കിടക്കുന്നത്. ഇതിൽ ഇനി ഒരു കിണറും കൂടിയും കുത്തി കഴിഞ്ഞാൽ ഇതിന്റെ 2 സൈഡിൽ കൂടെ അതിൽ നിന്ന് വലിയ തോട്ടിൽ നിന്ന് ഇതിലേക്ക് പൈപ്പ് ഇട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ കിഴക്കേ കോടാലിയിലുള്ള കുടിവെള്ള പദ്ധതിയുടെ അതേമാതിരി പദ്ധതിയാക്കാൻ ഇത് സാധിക്കും. നിലവിൽ കിഴക്കേ കോടാലിയിലുള്ള മറ്റത്തൂർ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഈ പ്രദേശത്തേക്ക് പൈപ്പ് വഴി ശുദ്ധജലം എത്തുന്നത്. നിലവിലുള്ള പമ്പ് ഹൗസും അനുബന്ധ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി കുറഞ്ഞ ചെലവിൽ കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. TCV ന്യൂസ്, കൊടകര.